കാലം എത്ര കടന്നുപോയാലും തലമുറകൾ എത്ര മാറി മാറി വന്നാലും ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും തട്ട് താണ് തന്നെ ഇരിക്കും. 1000 കോടിയടിച്ച ഏത് മറുനാടൻ ചിത്രങ്ങൾ എത്തിയാലും മമ്മൂക്കയും ലാലേട്ടനും വന്നാൽ മല്ലൂസിന് പിന്നെ ചുറ്റിലുള്ളതൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ പിന്നെ വർഷങ്ങൾക്ക് ശേഷം രണ്ടാളും കൂടി ഒരുമിച്ചങ്ങ് വന്നാൽ പിന്നെ പൂരം തന്നെ. 11 വർഷങ്ങൾക്ക് ശേഷം താരരാജാക്കന്മാരായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നതിന്റെ വാർത്ത വലിയ ചർച്ചയായതാണ്. ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് മഹേഷ് നാരായണനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് എന്നാണ്. കൊളംബോയിലായിരുന്നു ചിത്രത്തിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ. മമ്മൂട്ടിക്കൊപ്പം മോഹൻലാലും കൊളംബോയിൽ എത്തിയിരുന്നു. രണ്ടാമത്തെ ഷെഡ്യൂളിനായി മമ്മൂട്ടിയും സംഘവും ദുബൈയിലേക്ക് തിരിച്ചു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. മമ്മൂട്ടി 100 ദിവസത്തോളമാണ് ചിത്രത്തിനായി ഡേറ്റ് നൽകിയതെങ്കിൽ മോഹൻലാലിന് ഏകദേശം 30 ദിവസത്തെ ചിത്രീകരണമാകും ഉണ്ടാകുക എന്നാണ് വാർത്തകൾ. കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ഉണ്ടാകുമെന്നും കേൾക്കുന്നുണ്ട്. ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഡി-ഏജിംഗ് ടെക്നോളജി ഉപയോഗിച്ച മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും ഫ്ലാഷ് ബാക്ക് സീനുകൾ ചിത്രീകരിക്കുമെന്നതും സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് ഭാരം കൂട്ടുകയാണ്. 11 വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തിയിരുന്നു. രണ്ടുപേരും തുല്യ പ്രാധാന്യമുള്ള നായകന്മാരായി അവസാനം എത്തിയത് 2008 2020-ലായിരുന്നു. ജോഷി സംവിധാനം ചെയ്ത 2020 അന്ന് ബോക്സ് ഓഫീസിൽ റെക്കോർഡ് വിജയമാണ് നേടിയിരുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.